മണ്ണാർക്കാട് ആനമൂളി വനത്തിൽ ചോലകൾ നികത്തി റോഡ് നിർമ്മിക്കുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മുറിച്ച കശുമാവിൻ തടികൾ കൊണ്ടുപോവാനാണ് ചോലകൾ നികത്തി താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നത്. മഴ പെയ്താൽ ചോലകൾ ഗതിമാറി ഒഴുകി ആദിവാസി ഉന്നതിയിലെയും താഴ്ഭാഗത്തെയും വീടുകൾ ഒലിച്ചുപോകുമെന്ന ആശങ്ക. വനം വകുപ്പിൽ നിന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷൻ പാട്ടത്തിനെടുത്ത സ്ഥലത്തെ പറങ്കിമാവുകൾ മുറിച്ചു മാറ്റുകയാണ്. ഈ മരങ്ങൾ കൊണ്ടുപോകാനായി വനത്തിനുള്ളിലേക്ക് ലോറി എത്തിക്കുന്നതിനാണ് ചോലകൾ നിരത്തി റോഡ് നിർമ്മിക്കുന്നത്. മഴക്കാലത്ത് പുഴ പോലെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുള്ള ചോലകളാണ് മണ്ണുമാന്തി, ട്രാക്ടർ, ഹിറ്റാച്ചി വാഹനങ്ങൾ ഉപയോഗിച്ച് റോഡാക്കി മാറ്റുന്നത്. പല ഭാഗത്തും ചോലകളുടെ ഗതി തന്നെ മാറ്റിയ നിലയിലാണ്. 35 വീടുകളിലായി 50 കുടുംബങ്ങൾ താമസിക്കുന്ന ആനമൂളി ഉന്നതിയുടെ മുകൾ ഭാഗത്താണ് ഇത്തരത്തിൽ ചോലകൾ നികത്തുന്നത്. ഇത് വലിയ ദുരന്തത്തിന് ഇടയാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 വർഷം മുമ്പ് സ്വകാര്യ വ്യക്തി ചോലയുടെ ഗതി മാറ്റിയതിനെ തുടർന്ന് ഉന്നതിയിലെ 2 വീടുകൾ തകർന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു മഴ പെയ്താൽ തന്നെ മലവെള്ളം ആനമൂളി ഉന്നതിയിലേക്കാവും ഒഴുകുക. ഉന്നതിക്ക് സമീപവും താഴെയുമായി വേറെയും വീടുകളുണ്ട്. ഈ വീടുകൾക്കും റോഡ് നിർമ്മാണം ഭീഷണിയാണ്. സൈലന്റ് വാലിയുടെ ബഫർ സോണിൽപ്പെട്ട സ്ഥലത്താണ് ഇത്തരത്തിൽ റോഡ് നിർമ്മാണം നടക്കുന്നത്. ഉരുളൻ കല്ലുകൾ കൂടുതലുള്ള പ്രദേശമാണിത്. വലിയ കല്ലുകളെല്ലാം ഇളക്കി വച്ചതിനാൽ മലവെള്ളപ്പാച്ചിലിൽ ഇവ താഴേക്ക് ഒഴുകിയെത്തും. അടിയന്തരമായി ബന്ധപ്പെട്ടവർ ഇടപെട്ട് റോഡ് നിർമ്മാണം നിർത്തിവെക്കുകയും ചോലകൾ പൂർവ്വസ്ഥിതിയിലാക്കുകയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ സ്ഥലത്ത് കശുമാവ് മൊത്തം മുറിച്ചു മാറ്റുന്നതിനും റീപ്ലാന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കരാർ കൊടുത്തിട്ടുള്ളതാണ്. ഇത് കരാർ എടുത്തിട്ടുള്ള കരാറുകാരുടെ ഒത്താശയോടുകൂടി കരാറുകാർ വളരെ എളുപ്പത്തിന് വേണ്ടി സൈലന്റ് വാലിയുടെ താഴ്വരയായിട്ടുള്ള മലവാരം, അതിൻ്റെ പ്രത്യേകത ഒന്ന് അതാണ്. രണ്ടാമത് അതിലെ ഒഴുകുന്ന ചോലകളിലൂടെ പ്രധാന 2 ചോലയുണ്ട്. ആ 2 ചോലകളിലൂടെ ഒരു കുന്തിപ്പുഴ വെള്ളത്തിന് സമാനമായ രീതിയിൽ വെള്ളം വരുന്നതാണ് മഴക്കാലത്ത്. അങ്ങനെ വന്നിട്ട് 2 വീടുകൾ ഒലിച്ചു പോവുകയും ഒന്ന് പൊട്ടിക്കൽ സിന്ധു എന്ന് പറഞ്ഞ അവരുടെ വീടാണ്, ഒന്ന് മറ്റുള്ള തൊട്ടടുത്തുള്ള ഒരാളുടെ വീടാണ്. അതുപോലെ 2-3 വീടുകൾക്ക് വളരെ ഗുരുതരമായ അപായം പറ്റുകയും അവിടെ ഉള്ളവരെയൊക്കെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചോലയുടെ സൈഡാണ്. ആ ചോലയിലേക്ക് വരുന്ന വെള്ളം മുകളിൽ തടഞ്ഞിട്ട് റോഡിൻ്റെ സൗകര്യാർത്ഥം JCB, അതുപോലെ തന്നെ ഹിറ്റാച്ചി, ട്രാക്ടറുകൾ, ഒന്നിലധികം ട്രാക്ടറുകൾ, ലോറി ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഈ ചോലകളൊക്കെ നിഷ്കരണം നികത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ അധികാരികളും, റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ വകുപ്പാണെങ്കിലും ഫോറസ്റ്റ് വകുപ്പാണെങ്കിലും ഇവർക്കൊക്കെയാണ് ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. വന്നിട്ട് ഈ കാര്യങ്ങൾ നേരിൽ ബോധ്യപ്പെട്ടിട്ട് സത്വരപരമായ നിയമ നടപടി കൈക്കൊണ്ടിട്ട് താഴെയുള്ള ആദിവാസി ഊരിലുള്ള ജീവനുകളും മറ്റു നാട്ടുകാരുടെ ജീവനും സ്വത്തുമൊക്കെ സംരക്ഷണം ഉറപ്പാക്കുന്ന വിധത്തിലുള്ള നടപടി ഉടനെ ഉണ്ടാവണം. ചോലകൾ യഥാവിധി എങ്ങനെയാണ് ഒഴുകിയിരുന്നത് വെച്ചാൽ അതുപോലെ ഉടനെ അത് മാറ്റി കൃത്യമായ രീതിയിലാക്കി എടുക്കണം എന്നാണ് നാട്ടുകാരൻ എന്നുള്ള രീതിക്ക് ആവശ്യപ്പെടാനുള്ളത്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്.